ഗൈസ് നമസ്കാരം. ഈ വീഡിയോയിലെ തമ്പനെയിൽ കണ്ടിട്ടായിരിക്കും എല്ലാവരും വന്നിട്ടുണ്ടാവുക. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ മേഖലയിലോട്ട് പോകാൻ താല്പര്യപ്പെടുന്ന ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. എന്താണ് ടോപ്പിക്? ഇപ്പൊ തമ്പനെയിൽ നിങ്ങൾ എല്ലാവരും കണ്ടു, BCനെ കുറിച്ചിട്ടാണ് നമ്മൾ തമ്പനെയിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട്. ഇപ്പോൾ BCA നല്ല സ്കോപ്പുള്ള കോഴ്സ് ആണ് എന്നുള്ളത് ഒത്തിരി കുട്ടികൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ BCAക്ക് കോളേജുകൾ കുറവായത് കൊണ്ടാണോ കുട്ടികൾ കേരളത്തിന് പുറത്തോട്ടേക്ക് പോകുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ BCനെ കുറിച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് പെർസ്പെക്റ്റീവ് ഞാൻ തരാം. എന്താണ് BCA ആർക്കൊക്കെയാണ് നല്ലത്? ഈ BCയുടെ കൂടെ ഈ ആഡ് ഓൺ കോഴ്സുകൾ ഉണ്ടല്ലോ. ഇപ്പൊ BCA വിത്ത് AI അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ്, സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, എത്തിക്കൽ ഹാക്കിംഗ്, അല്ലെങ്കിൽ 3D പ്രിന്റിംഗ് ടെക്നോളജി, വെബ് ഡെവലപ്പിംഗ്, UI UX ഡിസൈനിങ്, ഇങ്ങനെ ഒരുപാടുണ്ട്. ഗെയിം ഡെവലപ്പിംഗ് പോലുള്ള ഒരുപാട് ആഡ് ഓൺ കോഴ്സുകൾ ഉണ്ട്. അപ്പൊ ഈ ആഡ് ഓൺ കോഴ്സുകൾ BCയുടെ കൂടെ എടുക്കുന്നത് നല്ലതാണോ? ഇങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു നല്ല BCA കോളേജ് സെലക്ട് ചെയ്യുക? BCA പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ജോലിയിലോട്ടാണ് പോകുന്നത്? ആർക്കൊക്കെയാണ് BCA പഠിക്കാൻ പറ്റുന്നത്? ഇങ്ങനെ BCA ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ കോഴ്സിനെ കുറിച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം കമന്റ് ചെയ്തോളൂ, റിപ്ലൈ തരുന്നതായിരിക്കും. ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ പെർസ്പെക്റ്റീവിലാണ്. അപ്പോൾ ഇതിൽ പറയാനുള്ള കാരണം എന്താ അറിയോ? ഇപ്പൊ +2 കഴിഞ്ഞതിന് ശേഷം മാത്സ് എടുക്കാത്ത കുട്ടികൾ, അതായത് BCAയുടെ ഇപ്പൊ കേരളത്തിലുള്ള പല യൂണിവേഴ്സിറ്റിയിലും, ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, MG യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, BCA പഠിക്കണം എന്നുണ്ടെങ്കിൽ സയൻസ് വേണം, അതായത് മാത്സ് വേണം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വേണം. അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബയോളജി സയൻസ് അല്ലെങ്കിൽ മാത്സ് സയൻസ് പഠിച്ച കുട്ടികൾക്കാണ് പല യൂണിവേഴ്സിറ്റികളിലും BCA പഠിക്കാൻ പറ്റുന്നത്. എന്നാൽ ചില യൂണിവേഴ്സിറ്റികൾക്ക് +2 ആണ് ക്വാളിഫിക്കേഷൻ. അപ്പൊ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് അത് ഡിപ്പെൻഡ് ആണ്. ഓരോ കോളേജിലും ഓരോ ക്വാളിഫിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റിയിലും ഓരോ ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. അപ്പൊ ക്വാളിഫിക്കേഷന്റെ കാര്യം നിങ്ങൾ അതാത് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നോക്കിയിട്ട് ചെക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ BCA എന്ന് പറയുന്നത് ഒരു 80% ഓഫ് കുട്ടികൾക്കും സയൻസ് പഠിച്ച കോളേജുകളിൽ, മീൻസ് 80% ഓഫ് കോളേജുകളിലും സയൻസ് വേണമെന്ന് നിർബന്ധമാണ്. എന്നാൽ ഒരു 20% ഓഫ് കോളേജുകളിൽ ഹ്യൂമാനിറ്റീസോ കോമേഴ്സോ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ചില സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി +2 ആണ്. എന്നാൽ ചില സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലോട്ട് സയൻസ് വേണം. കേരളത്തിലുള്ള പല യൂണിവേഴ്സിറ്റികളിലും സയൻസ് വേണം. അപ്പൊ ഇത് മനസ്സിൽ ചിന്തിക്കുക. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോളൂ. ഇനി എന്താണ് BCA എന്ന് പറയുന്ന കോഴ്സ്? അപ്പൊ BCനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ChatGPT-നോട് ചോദിച്ചു, കേരളത്തിൽ എത്ര BCA കോളേജുകളുണ്ട്, എത്ര കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ട് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ChatGPT-നോട് ചോദിച്ചു. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അപ്പൊ ChatGPT-യിൽ ചോദിച്ച സമയത്ത് കേരളത്തിലെ യൂണിവേഴ്സിറ്റി വൈസ് ആയിട്ട് ChatGPT തന്നിട്ടുള്ള റിപ്ലൈ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ 100-ലധികം കോളേജിൽ BCA ഉണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ, അതായത് മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ, പാലക്കാട്, അതുപോലെ തന്നെ വയനാട് ഏരിയയിലോട്ട് വരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ 100-ലധികം കോളേജിൽ BCA എന്ന് പറയുന്ന കോഴ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയം, 70-ലധികം കോളേജിൽ BCA കൊടുക്കുന്നുണ്ട്. എറണാകുളം, കോട്ടയം, ഇടുക്കി, ഈ 3 ജില്ലകളിലാണ് ഈ 70-ലധികം കോളേജ് വരുന്നത്. ഇനി കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ 40-ലധികം കോളേജുകളിൽ BCA കൊടുക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, ഈ 3 ജില്ലകളിലാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള കോളേജ് വരുന്നത്. ഇനി കണ്ണൂർ യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ, കണ്ണൂർ, കാസർഗോഡ്, വയനാടിന്റെ ചില ഭാഗങ്ങളിലായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ 3 ജില്ലകളിലും എന്താണ്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് എന്ത് കൊടുക്കുന്നത്, BCA കൊടുക്കുന്നത്. അപ്പൊ എങ്ങനെ പോയാലും അറൗണ്ട് ഒരു 300-ലധികം കോളേജില് BCA കോളേജ് കേരളത്തിലുണ്ട്. അപ്പൊ ഇതൊരു വാസ്തവമാണ്. അപ്പൊ ആവറേജ് ഒരു കോളേജില് 30 കുട്ടികൾ മുതൽ ഒരു കോളേജിൽ 60 കുട്ടികൾ വരെ ആയിരിക്കും പഠിക്കുന്നത്. ആവറേജ് ഒരു 30 കുട്ടി ടു 60 കുട്ടി. അപ്പൊ ടോട്ടൽ നോക്കുന്ന സമയത്ത് 12,000 to 15,000 കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, BCA കേരളത്തിന്റെ അകത്തുനിന്ന് മാത്രം പഠിച്ചിറങ്ങുന്നുണ്ട്. മനസ്സിലായോ? അപ്പോ ഇതില് 12,000 to 15,000, ഒരു 12,000 കൂട്ടാം മിനിമം. ഒരു 10,000 കുട്ടികളെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, പഠിച്ച് പാസ് ഔട്ട് ആവുന്നുണ്ട്. അപ്പോ നമ്പർ ഓഫ് കുട്ടികൾ BCA കേരളത്തിന്റെ അകത്ത്
ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ഇതുപോലത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് ഡിഗ്രിക്ക് നമ്മൾ അലോട്ട്മെന്റ് കൊടുക്കുമല്ലോ. ഇപ്പൊ BSc ബോട്ടണി, സുവോളജി, കെമിസ്ട്രി, മാത്സ്, അല്ലെങ്കിൽ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഗ്രിക്ക് അലോട്ട്മെന്റ് കൊടുക്കുമല്ലോ. ആ ഡിഗ്രിക്ക് അലോട്ട്മെന്റ് കൊടുത്ത് കയറാൻ പറ്റുന്ന കോളേജുകളാണ് ഞാൻ ഈ പറഞ്ഞത്. 300-ലധികം കോളേജുകളിലായിട്ട് എങ്ങനെ പോയാലും മിനിമം 10,000-ലധികം കുട്ടികൾ BCAക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. 10,000 എന്ന് പറയുന്നത് വലിയൊരു നമ്പർ അല്ലേ? എഞ്ചിനീയറിംഗ് പോലെ തന്നെ BCAയും നമ്പർ ഓഫ് കുട്ടികൾ പഠിച്ചിറങ്ങുന്നത് കൂടുതലാണ്. അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കുക. ഈ പോയിന്റിലോട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഇത് പറഞ്ഞിരുന്നത് എന്താ അറിയോ? ഒരുപാട് കുട്ടികളുടെ ഒരു ചിന്തയാണ് BCA കേരളത്തിൽ സീറ്റ് ഇല്ലാത്തത് കൊണ്ടല്ലേ കുട്ടികൾ കേരളത്തിന് പുറത്ത് ബാംഗ്ലൂരും, മംഗലാപുരം, മൈസൂര്, കോയമ്പത്തൂര്, ചെന്നൈ, ഈറോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പല സിറ്റികളിലും പോയി പഠിക്കുന്നത് എന്ന് ഒരുപാട് കുട്ടികളുടെ ഡൗട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. എന്തായാലും ഇതിലേറെ ഞാൻ ഈ പറഞ്ഞ ChatGPT തന്നിട്ടുള്ള കണക്കിലേറെ കൂടുതൽ കോളേജുകളും കൂടുതൽ സീറ്റുകളും കേരളത്തിലുണ്ട്. ഇത് ഒരു മിനിമം ആവറേജ് ആയിട്ട് നമുക്ക് പിടിക്കാം. ഓക്കെ, ഇനി അടുത്തത് BCAയിൽ എന്താണ് പഠിക്കാനുള്ളത് എന്നാണ്. BCA എന്ന് പറയുന്നത് ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. കേരളത്തിൽ ഇത് ഹോണേഴ്സ് ഡിഗ്രി ആക്കി മാറ്റിയിട്ടുണ്ട്. എല്ലാ ഡിഗ്രിയും ഹോണേഴ്സ് ആ കേരളത്തിൽ. നമുക്ക് 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. 4ാമത്തെ വർഷം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം കൂടി കൂടുതൽ പഠിക്കാം. ഹോണേഴ്സ് ഡിഗ്രി കിട്ടും. ഹോണേഴ്സ് ഡിഗ്രിക്ക് വാല്യൂ എപ്പോഴും കൂടുതലാണ്. 4 വർഷത്തെ കോഴ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. 3 വർഷം കൊണ്ട് പഠിച്ചിറങ്ങാനും പറ്റും. BCA തന്നെ നമുക്ക് ഡിഗ്രി കിട്ടുകയും ചെയ്യും. അപ്പോൾ BCA എന്ന് പറയുന്നത് ഡ്യൂറേഷൻ 3 to 4 ഇയേഴ്സ് 4 ഇയേഴ്സ് കോഴ്സ് ആണ് നമുക്ക് കൂട്ടാം. ഇതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? മെയിൻ ആയിട്ട് പഠിക്കും. സിലബസ് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് വല്ല ChatGPTനോടോ ഗൂഗിൾ ജെമിനിനോടോ ഒന്നുമില്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ സിലബസ് കിട്ടും. ഇതിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാണ്. HTML, കോഡിങ്, അതുപോലെ തന്നെ പ്രോഗ്രാമിംഗ് കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഡെവലപ്പിംഗ് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, ഇങ്ങനത്തെ പല കാര്യങ്ങളാണ് BCAയിൽ പഠിക്കാനുണ്ടാവുക. 1 വർഷം 2 സെമസ്റ്റർ, 4 വർഷമാണെങ്കിൽ 8 സെമസ്റ്റർ, ഈ 3 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ 6 സെമസ്റ്റർ. അപ്പൊ സിലബസ് ഇതാണ്. അതായത് നമുക്ക് കോഡിങ്ങിനോട് ഇപ്പൊ BCA പഠിക്കുമ്പോൾ BTech ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം മാത്സിന്റെ ആവശ്യമില്ല. BTech എന്ന് പറയുമ്പോൾ നമുക്ക് ബേസ് മുതൽ ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ പോലുള്ള ഡെറിവേഷൻസ് പോലുള്ള മാത്സിനോട് നല്ല താല്പര്യമുള്ള കുട്ടികൾക്ക് BTech പോവുള്ളൂ. BCAക്ക് BTech ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാത്സ് കുറവാ. ഇല്ല എന്നുള്ളതല്ല പറയുന്നത്, മാത്സ് കുറവാണ്. അതുകൊണ്ടാണ് ചില യൂണിവേഴ്സിറ്റികൾ കൊമേഴ്സ് ആയിരിക്കും ഹ്യൂമാനിറ്റീസ് ആയിരിക്കും BCA എലിജിബിൾ ആക്കി മാറ്റിയിട്ടുള്ളത്. സയൻസ് ആയിരിക്കും കുറച്ചും കൂടി എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആയിരിക്കും IT സെക്ടറിലോട്ട് വരാൻ പറ്റും, അല്ലെങ്കിൽ കൊമേഴ്സിലോട്ടും വരാൻ പറ്റും, കൊമേഴ്സ് പിള്ളേർക്കും വരാൻ പറ്റും. അപ്പൊ ഇതുകൊണ്ടാണ് മാത്സ് വളരെ കുറവാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ സിലബസ് വരുന്നത്. ഇനി BCAനെ കുറിച്ചിട്ട് കുറച്ച് സത്യാവസ്ഥകൾ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഏകദേശം ഒരു 10,000-ലധികം കുട്ടികൾ ഈ കോഴ്സ് എങ്ങനെ പോയാലും ആവറേജ് പഠിച്ചിറങ്ങുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ 10,000-ലധികം കുട്ടികൾ പഠിച്ചിറങ്ങുമ്പോൾ ഇതിന് എത്രത്തോളം ജോലി സാധ്യതകൾ ഉണ്ടാവും? അപ്പൊ ഇതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മെയിൻ ആയിട്ടും വർക്ക് ചെയ്യാൻ പോകുന്നത് IT കമ്പനികളിലാണ്. IT കമ്പനി എന്ന് പറയുമ്പോൾ ഇപ്പൊ ആമസോണിന്റെ AWS, അല്ലെന്നുണ്ടെങ്കിൽ ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു IT കമ്പനിയാണ്. ആപ്പിൾ എന്ന് പറയുന്നത് ഒരു IT കമ്പനിയാണ്. ഇനിയിപ്പോ ഇൻഫോസിസ്, ഒറാക്കിള്, അല്ലെങ്കിൽ ആക്സെഞ്ചർ, വിപ്രോ, സോഹോ, ഇങ്ങനെ നമ്മൾ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും സോഫ്റ്റ്വെയറുകളും നമ്മൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഓരോ IT മേഖല അവർക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു IT സെർവർ അല്ലെങ്കിൽ ഒരു IT ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. IT ലോകം എന്ന് പറയുന്നത് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ലോകമാണ്. ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ ഇതുപോലത്തെ IT കമ്പനികളിൽ പ്രോഗ്രാമിംഗ് ആയിട്ടും അതിന്റെ ടെസ്റ്റിംഗ് ആയിട്ടും, അല്ലെങ്കിൽ പുതിയ മൊബൈൽ ഫോണിൽ നമ്മൾ ഓരോ ആപ്സും ഗെയിംസും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമല്ലോ. അപ്പോൾ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതും ഇത് കൃത്യമായിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യുക. നമ്മളിപ്പോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമല്ലോ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് അപ്ഡേറ്റ് ചെയ്യുമല്ലോ മൊബൈൽ ഫോണിൽ. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതും ഇതിന്റെ സർവറും കാര്യങ്ങളും ഇതിന്റെ ബാക്ക് എൻഡും ഇതിന്റെ ഫ്രണ്ട് എൻഡും ഇതുമായിട്ട് ബന്ധപ്പെട്ട IT-യുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഏരിയയിലും ജോലി ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റി. ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന കാലമാണ്. ഇപ്പൊ പുതിയ പുതിയ മൊബൈൽ ഫോണുകൾ വന്നു തുടങ്ങി, ലാപ്ടോപ്പുകൾ വന്നു തുടങ്ങി. പണ്ടത്തെ പോലെയല്ല, ഓരോ വർഷം കഴിയുന്തോറും ഒരുപാട് അപ്ഡേറ്റുകളാണ് ഈ ഓരോരോ മേഖലയിലും വരുന്നത്. അപ്പൊ IT എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക, വെബ് ഡിസൈൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഡിസൈൻ ചെയ്ത് കൊടുക്കുക, അതിനാണ് UI UX എന്ന് പറയുന്നത്. അതിന്റെ ബാക്ക് എൻഡിൽ പ്രവർത്തിക്കുന്നതാണ് പ്രോഗ്രാമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 ഏരിയയിലും നല്ല രീതിയിൽ ജോബ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് BCA എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ ജോബ് എന്ന് മനസ്സിലായില്ലേ?
അപ്പോൾ ഇനി ഈ കോഴ്സ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കേരളത്തില് ഇപ്പൊ ഞാൻ പറഞ്ഞ 4 യൂണിവേഴ്സിറ്റികളിലായിട്ട് 300-ലധികം കോളേജുകളിൽ ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്ന കുട്ടികളുണ്ട്. ആർക്കൊക്കെയാണ് ഇത് സ്യൂട്ടബിൾ ആവുക? IT മേഖലയിൽ ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക്. ചിലപ്പോൾ നമ്മള് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അമേരിക്കൻ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രാത്രി 8 മണി മുതൽ രാവിലെ 8 മണി വരെ ആയിരിക്കും ഷിഫ്റ്റ് ഉണ്ടാവുക. ഇപ്പൊ പല IT കമ്പനികളും അങ്ങനെ. ഇപ്പൊ കേരളത്തിലെ പ്രധാനമായിട്ടുള്ള IT പാർക്കുകൾ ഏതൊക്കെയാണ്? ഇപ്പോ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ടെക്നോ പാർക്ക് ഉണ്ട്. അവിടെ ഒരുപാട് IT കമ്പനികളുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോടുള്ള സൈബർ പാർക്ക് ഉണ്ട്. കൊച്ചിയിലുള്ള ഇൻഫോ പാർക്ക് ഉണ്ട്. ഇപ്പൊ ഇൻഫോ പാർക്കിലൊക്കെ ഒരുപാട് IT കമ്പനികളും ലുലുവിന്റെ ട്വിൻ ടവറും കാര്യങ്ങളൊക്കെ വന്നു. വിപ്രോ എന്ന് പറയുന്ന കമ്പനി ഉണ്ട്. അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. കേരളത്തിലും ഇപ്പോ IT ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. എല്ലാവരും വിചാരം ബാംഗ്ലൂരും അല്ലെങ്കിൽ ഹൈദരാബാദ്, ചെന്നൈ ഒക്കെയാണ് ITയുടെ ഹബ്ബ് എന്നാണ്. അല്ല, കേരളം ഇപ്പൊ കോഴിക്കോടാണെങ്കിൽ ഇപ്പൊ കോഴിക്കോട് സൈബർ പാർക്കും ഉണ്ട്. അതേപോലെ തന്നെയാണ് ബിസിനസ് പാർക്കും. അപ്പൊ ഇതേപോലെ കോഴിക്കോട് ഇനിയിപ്പോ ഹൈലൈറ്റ് ഗ്രൂപ്പിന്റെ വലിയൊരു സൈബർ പാർക്ക് വരുന്നുണ്ട്. അപ്പോ ഇതൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് IT കമ്പനികൾ കേരളത്തിലോട്ട് വരും. അപ്പൊ IT എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ലെവലിലോട്ട് മാറാൻ പോവാണ്. അപ്പൊ ITയിലും ഇപ്പൊ മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ മറ്റുള്ള ഫീൽഡുകൾ പറയുന്ന പോലെ തന്നെ ഇപ്പൊ ഒരു റിസഷൻ പീരീഡ് ആണ്. ഇപ്പൊ BTech പഠിച്ചിറങ്ങുന്ന അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള ലക്ഷക്കണക്കിന് കുട്ടികൾ ജോലി കിട്ടാത്ത ആൾക്കാരുണ്ട്. മനസ്സിലായോ? അപ്പൊ ജോബ് എന്ന് പറയുന്നത് ഇപ്പൊ BTech എന്ത് പറഞ്ഞാലും BCAന്റെ മേലെ തന്നെയാണ് BTech. അത് കുട്ടികളുടെ നോളജ് ആണെന്നുണ്ടെങ്കിലും അവരുടെ സിലബസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ടും BCAന്റെ മേലെ തന്നെ ആയിരിക്കും എപ്പോഴും BTech എന്ന് പറയുന്ന ഡിഗ്രി. BTechകാർക്ക് വരെ ജോലി കിട്ടാത്ത ഒരു റിസഷൻ പീരീഡിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ജോബ് കിട്ടാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ പല വാർത്തകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇന്ന വലിയ കമ്പനികളൊക്കെ ഇത്രത്തോളം ആൾക്കാരെ ഒഴിവാക്കി. കാരണം അതിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് AI വന്നു. അപ്പൊ പല രീതിയിലും എന്ത് വരും, നെഗറ്റീവ് സൈഡുകൾ ഇതിനും ഉണ്ട്. അപ്പൊ പഠിച്ചിറങ്ങുമ്പോൾ 100% ജോലി കിട്ടുമെന്ന് വെച്ചാൽ ഇല്ല. നമുക്ക് സ്കില്ല് വേണം. സ്കില്ല് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സ്കില്ല് എങ്ങനെ ഉണ്ടാക്കും? അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമല്ലേ. അപ്പൊ കുറെ കുട്ടികൾ ചോദിക്കുന്നതാണ്, സാറേ ഇന്ന കോളേജിൽ BCA വിത്ത് AI ഉണ്ടല്ലോ, അല്ലെങ്കിൽ BCA വിത്ത് AI ML ഉണ്ടല്ലോ, മെഷീൻ ലേണിംഗ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി ഉണ്ടല്ലോ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ടല്ലോ എന്ന് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന. അപ്പൊ ഈ ഒരു കാര്യത്തിലോട്ട് വരുന്ന സമയത്ത് ഈ സ്കിൽ ഉണ്ടാക്കാനാണോ പല കോളേജുകളും ഇതുപോലത്തെ ആഡ് ഓൺ കോഴ്സുകൾ കൊടുക്കുന്നത്, അതോ അവർക്ക് റവന്യൂ ഫീസ് കൂടുതൽ ഇടാനാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. സ്കിൽ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ആഡ് ഓൺ കോഴ്സുകൾക്ക് പകരം പ്രൊജക്റ്റുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പഠിക്കുന്ന സമയത്ത് നമ്മൾ കോളേജിൽ നിന്ന് തരുന്ന പല പ്രൊജക്റ്റുകളും കുട്ടികൾ ചെയ്ത് ആ പ്രൊജക്റ്റ് CV-യിൽ ആഡ് ചെയ്യുമ്പോൾ, നമ്മൾ ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ പോയിരിക്കുമ്പോൾ നമ്മൾ ഇന്ന കമ്പനിക്ക് വേണ്ടി ഇന്ന പ്രൊജക്റ്റുകൾ ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ ആ ആഡ് ഓൺ സർട്ടിഫിക്കറ്റിലേറെ വില കൂടുതൽ, അതായത് വാല്യൂ കൂടുതൽ എന്തിനാ, പ്രൊജക്റ്റിനാണ്. അപ്പോ പ്രൊജക്റ്റ് കൂടുതലുള്ള കോളേജുകളിലാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് കരുതി ആഡ് ഓൺ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ല എന്നുള്ളതല്ല. ആഡ് ഓൺ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട്. ഒബ്വിയസ്ലി അതൊരു ആഡ് ഓൺ സർട്ടിഫിക്കറ്റ് ആണ്. ചില കോളേജുകളിൽ ആഴ്ചയിൽ 1, 2, 3 മണിക്കൂർ മാത്രമേ ഈ പറയുന്ന AI അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ്, 3D പ്രിന്റിംഗ് ടെക്നോളജി എന്ത് തന്നെ ആയിക്കോട്ടെ ആഡ് ഓൺ കോഴ്സ് പഠിപ്പിക്കുന്നുള്ളൂ. അത് ചില കോളേജുകൾ അത് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അത് ഡിപ്പെൻഡിങ് ഓൺ ദ കോളേജ്, അതുപോലെ തന്നെ ഡിപ്പെൻഡിങ് ഓൺ വാട്ട് സർട്ടിഫിക്കറ്റ് വി ഗെറ്റ്. നമുക്ക് എന്ത് സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. നമുക്ക് എന്തിന്റെ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് തരുന്നത് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ നല്ല ആഡ് ഓൺ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന നല്ല കോളേജ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ BCA നല്ലതാണ്, അല്ലെങ്കിൽ ആഡ് ഓൺ സർട്ടിഫിക്കറ്റ് നല്ലതാണ്. അല്ലാത്ത പക്ഷം നമ്മളത് 1, 2, 3 മണിക്കൂറായിരിക്കും ആഴ്ചയിൽ ആ കോഴ്സ്, ആ ആഡ് ഓണിനെ പറ്റി ആഴ്ചയിൽ ഒരു 3 പീരീഡ് ഉണ്ടാവും നമുക്ക്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ അതിനെപ്പറ്റി, അല്ലെങ്കിൽ AI പറ്റി, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ്, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ്, ഇതുപോലത്തെ മേഖലയെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് അവയർനെസ് ആയിട്ട് മാത്രം കൂട്ടിയാൽ മതി. അത് ജോബിനെ ബാധിക്കൂല. ജോബിനെ എപ്പോഴും നോക്കുക, ഏതൊരു IT കമ്പനിയിലും നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവർ നോക്കുക നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, നമുക്ക് എത്രത്തോളം സ്കിൽ ഉണ്ട്, നമുക്ക് ആ കമ്പനി എത്രത്തോളം സ്യൂട്ടബിൾ ആവും, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കുക. അതല്ലാതെ ആഡ് ഓൺ സർട്ടിഫിക്കറ്റിന്റെ ഡിഗ്രിയുടെ വാല്യൂ അത് ഉണ്ട്. ഡിഗ്രി വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നല്ലത്. ഇപ്പൊ ഈ പറയുന്ന ആഡ് ഓൺ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, കോളേജിൽ തന്നെ പോയി പഠിക്കണം എന്നില്ല. BCA പഠിച്ചിറങ്ങി കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ BCA പഠിക്കുന്ന സമയത്തും നമുക്ക് കുറെ പ്രൈവറ്റ് ഏജൻസികൾ അല്ലെങ്കിൽ പ്രൈവറ്റ് IT കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ഓൺസ് കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ കൊടുക്കുന്നുണ്ട്, ആമസോൺ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആപ്പിൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പല കമ്പനികളും എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ഓൺ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓൺലൈനിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ഇങ്ങനത്തെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ പ്രൊജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ കോളേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് കോളേജ് നല്ലതാണോ, പഠിപ്പിക്കാൻ അധ്യാപകരുണ്ടോ, അവിടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ കമ്പ്യൂട്ടർ ലാബ് എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ്, അവർ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ കൊടുക്കുന്നത്, അതുപോലെ തന്നെ കോളേജിൽ പ്ലേസ്മെന്റ് സെല്ല് ഉണ്ടോ. അതായത് നമുക്ക് രണ്ട് രീതിയിലാണ് പ്ലേസ്മെന്റ് കിട്ടുക. ഇപ്പൊ BC ആണെങ്കിലും BTech ആണെങ്കിലും ഒന്ന് ക്യാമ്പസ് പ്ലേസ്മെന്റ്, രണ്ട് ഓഫ് ക്യാമ്പസ് പ്ലേസ്മെന്റ്. ഒന്ന് ക്യാമ്പസിന്റെ അകത്ത് വന്ന് IT കമ്പനികൾ നമ്മളെ ഹയർ ചെയ്ത് പോകുന്നു, അവർക്ക് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടുകയാണെങ്കിൽ ഹയർ ചെയ്ത് പോകുന്നു. അല്ലെങ്കിൽ ഓഫ് ക്യാമ്പസ് നമ്മൾ പഠിച്ചിറങ്ങി സർട്ടിഫിക്കറ്റ് കിട്ടി സാധാരണ ഡിഗ്രി പഠിച്ചിറങ്ങുന്ന പോലെ പഠിച്ചിറങ്ങുന്നു, പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, ജോബ് കണ്ടെത്തണം, പുറത്തു പോയിട്ട് കണ്ടെത്തണം. അപ്പൊ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉള്ള കോളേജുകളിൽ പഠിക്കുക. അപ്പോൾ കോളേജുകളെ കുറിച്ചിട്ടും പ്ലേസ്മെന്റുകളെ കുറിച്ചിട്ടൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി കോൺടാക്ട് us. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ CUET എക്സാം ഒക്കെ എഴുതി സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഏറ്റവും ടോപ്പ് BCA കോളേജുകളിലൊക്കെ പഠിക്കാൻ നോക്കുക. അല്ലാത്ത പക്ഷം പ്രൈവറ്റ് കോളേജുകൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമുക്കൊരു പ്ലേസ്മെന്റ് കിട്ടാൻ ചാൻസ് ഉള്ള കോളേജെങ്കിലും മിനിമം സെലക്ട് ചെയ്യാം. കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും. ഇനി ഇതിന്റെ അടുത്തൊരു ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞുതരാം. ഇനി അടുത്തൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇതിന്റെ ഹയർ എഡ്യൂക്കേഷൻ ആണ്. ഇപ്പോൾ ഏത് കോഴ്സ്, ഇപ്പൊ MBBS മെഡിസിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർമാർ MBBS പഠിപ്പ് നിർത്തുന്നത് വളരെ കുറവാണ്. ഓല് പിന്നീട് എന്ത് ചെയ്യും, PG ചെയ്യും. കുട്ടികളുടെ ഡോക്ടർ, കണ്ണ് ഡോക്ടർ, തൊലി ഡോക്ടർ, അല്ലെങ്കിൽ ഞരമ്പിന്റെ അതായത് ന്യൂറോ, കാർഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഒക്കെ ചെയ്തു പോകും. ഇതേപോലെ തന്നെ BCAക്കും ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ് ഉണ്ട്. BCA കഴിഞ്ഞതിന് ശേഷം മെയിൻ ആയിട്ട് ചെയ്യുന്നത് MCA ആണ്, മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. BTech കഴിഞ്ഞ് MTech എടുക്കുന്നതിലേറെ ജോബ് ഓപ്പർച്യൂണിറ്റി ചില കമ്പനികളിൽ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് MCA കാരനാണ്. മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നല്ല പ്രോഗ്രാമാണ്. അപ്പോൾ ഇതേപോലെ MCA എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അതും നല്ല കോളേജിൽ തന്നെ പോയി പഠിക്കുക, ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ BCA നാട്ടിൽ ചിലപ്പോൾ സാധാരണ കോളേജിൽ പഠിക്കുന്ന കുട്ടികളേക്കാണ് ഇത് കാണുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, MCAക്ക് വേണ്ടി എൻട്രൻസ് എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്ത് നല്ല കോളേജിൽ MCAക്ക് അഡ്മിഷൻ എടുക്കുക. MCA പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. MCA പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ BCA പഠിച്ചിറങ്ങുന്ന കുട്ടി ഇന്റർവ്യൂവിന് പോകുന്നതും BCA പ്ലസ് MCA പഠിച്ചിറങ്ങിയ കുട്ടിക്ക് ഒരു ഇന്റർവ്യൂ കിട്ടുന്നതും തമ്മിൽ മാറ്റമുണ്ട്. എപ്പോഴും ക്വാളിഫിക്കേഷൻ കൂടുന്തോറും നമുക്ക് ജോബ് പൊസിഷനിലും മാറ്റം വരും, അതുപോലെ തന്നെ നമുക്ക് ഗ്രോത്തും കൂടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്വാളിഫിക്കേഷൻസും സ്കിൽസും ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയും. അത് വളരെയധികം ഇമ്പോർട്ടൻ്റാ. പിന്നെ IT കോഴ്സിന്റെ ഒരു പ്രത്യേകത പറഞ്ഞുതരാം, അപ്ഡേറ്റുകൾ എപ്പോഴും വരും. ഇന്ന് വരുന്ന IT ഉപയോഗിക്കുന്ന ഫോണുകളല്ല, അല്ലെങ്കിൽ ഇന്ന് വരുന്ന സോഫ്റ്റ്വെയർ ആവൂല 2 മാസം കഴിഞ്ഞ്. നമ്മുടെ ഫോണിൽ എല്ലാ മാസവും അപ്ഡേറ്റുകൾ വരൂലേ, ഇതേപോലെ തന്നെയാണ് IT അപ്ഡേറ്റഡ് ആവണം. നമ്മൾ ബേസ് എപ്പോഴും ബേസ് വേണം, പക്ഷെ അപ്ഡേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റാ. അപ്പൊ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് BCA കുറിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതുപോലത്തെ എഡ്യൂക്കേഷൻ അപ്ഡേറ്റുകൾ, എൻട്രൻസ് എക്സാമുകൾ, ഏതൊക്കെ കോഴ്സുകൾ ഉണ്ട്, എവിടെ പഠിക്കണം, എങ്ങനെ അപ്ലൈ ചെയ്യണം, ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് +2 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കേണ്ട ഇമ്പോർട്ടൻ്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ വാട്സപ്പിൽ ലഭ്യമാവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്കും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. ഈ കോഴ്സിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ താഴെ വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റ് കയറിയിട്ട് നിങ്ങളൊരു എൻക്വയറി ഇട്ടോളൂ. നമ്മുടെ ഓഫീസിൽ നിന്നും വിദഗ്ധ കരിയർ കൗൺസിലേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്ത് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഗൈഡൻസും പറഞ്ഞിരുന്നതായിരിക്കും.